ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധമാളൂസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് എല്ലായിടത്തും മഴയൊക്കെ മാറിയോ? വെയിലൊക്കെ ആയോ? ഇന്നിവിടെ വെയിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇതേ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് ദേ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. പെരയ്ക്കകത്തൊരു കയറി പാകപ്പാടെ ഒരു മൂടോട്ടും സങ്കടവും വിഷമവും ഒക്കെ തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് പെര മുഴുവൻ. ഇനി ഒരു സൈഡ് തുടങ്ങി അതെല്ലാം പെരക്കി കവറിനകത്താക്കി സെറ്റാക്കി മാറ്റി വെക്കണം. എന്നാ പറയുന്നത്, എന്തോ ഒരു അനക്കമില്ലായ്മ. പിന്നെ നമ്മൾ അതെല്ലാം പൊരുത്തപ്പെട്ടല്ലേ പറ്റത്തുള്ളൂ. കാരണം കുഞ്ഞുങ്ങൾ കല്യാണമൊക്കെ കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ അവരവരുടെ കാര്യങ്ങൾ നോക്കണ്ടേ അല്ലേ? ഓക്കെ, പോട്ടെ, നല്ല കാര്യമായിട്ട് നന്നായിട്ട് ജീവിക്കട്ടെ, അവർ സന്തോഷമായിട്ടിരിക്കുന്നു മാത്രം നമുക്ക് കേട്ടാൽ മതി അല്ലേ? അപ്പം ഇന്ന് ആകെപ്പാടെ ഒരു മൂകതേ ശോകമൊക്കെ ആയിരുന്നു. ഉച്ചയ്ക്ക് യൂർണം അത് കയറിപ്പോട്ട് ഞാൻ എത്രടത്ത് നിന്ന് ആ കയറ്റം കയറിപ്പോയത് എനിക്കറിയത്തില്ല. അത്രയും മനസ്സിൻ്റെ ഒരു വിഷമം നമുക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ശരീരത്തിന് എഫക്റ്റ് ആകും എന്ന് പറയുന്നത് സത്യമായ കാര്യമാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് എന്തോ ഒരു ശോകമായിട്ട് കയറിപ്പോയതേ. പക്ഷേ ഉച്ച കഴിഞ്ഞ് തൊഴിലുറപ്പിൽ ചെന്നപ്പോഴും ഞങ്ങൾക്ക് വിശ്രമ സമയത്തൊക്കെ ഇച്ചിരി സമയമൊക്കെ ഉണ്ടായിരുന്നത്. ആ സമയങ്ങളിലൊക്കെ എല്ലാവരും കൂടെ നല്ല അന്താക്ഷരി പാട്ടും നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. ഇന്ന് നിങ്ങൾ കാണാത്ത കുറേ ആൾക്കാരുടെ മുഖങ്ങളും കൂടെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ. അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാണ്ട് ഓടിപ്പിക്കണ്ടോ. മഞ്ഞണിക്കൊമ്പിൽ മുറ്റത്തൊരു പന്തൽ കെട്ടി മുത്തുകൂടി, മുറ്റത്തൊരു പന്തൽ കെട്ടി മുത്തുകൂട ചൂടി, മുത്തുക്കിളി നിന്നെ ഞാൻ വരവേൽക്കും, ഓരോരോ തീരം തേടാമോ തെയ്യം തെയ്യം. മോഹം തെയ്യം തെയ്യം മനസ്സിന്റെ താമര പൂവിലുണർന്നവൾ പാടുകില്ലേ വീണമീട്ടുകില്ലേ, എന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ മിണ്ടുകില്ലേ മിണ്ടുകില്ലേ. മാനത്തെ മഴമുകിൽ മാലകളെ ചേലത്ത മാടാപ്പിറാവുകളെ, തുളുനാടൻ കളരിൽ പോയി വരാമോ, നിന്റെ കുറിമാനം കൊണ്ടു നീ നൽകാമോ. അത്ര അറിയത്തുള്ളൂ. സുരേഷ് കുമാർ അറിയാമോ? എന്റെ കയ്യിൽ മുള്ളു കൊള്ളുമ്പോൾ പാടങ്ങോട്ട് തന്നെ നോവുന്നു കൈകൾ എന്നെ മൂടുമ്പോ തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി, നോയം പിന്നു ഞാൻ തിരുവിലാമേതിച്ചു ഉടയ്ക്കും ഞാൻ. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി, തിങ്കളാഴ്ച നോയം ണ്ട് മാണിക്ക കല്ലു കയ്യിൽ മായമ്പുമുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു പാടുന്നു. പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനങ്കില്, ഉപ്പാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ, മുത്താണ് നീ നമ്മക്ക്, മുത്താണ് ഒരു നാടം അടുത്തിരിക്കുന്ന ആൾക്കൊരു നാടം വരുന്നുണ്ട് കേട്ടോ.
ഞാൻ കൂട്ടി പാടാം. ന്യായോ ആ അതോ ന്യായോ എന്നാ ഞാനാ ന്യായും ഒക്കെ ശരി തന്നെ. ഒരു സംഗതി പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി അവളെ നോക്കി 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി ഒച്ചയില്ല. ഇന്ന് കഞ്ഞിയാണോ ഉച്ചേ? നല്ല അടിപിള്ളേരെ നിങ്ങൾ നോക്കണ്ട, പാടിക്കോ. ഒന്നും എനിക്കറിയത്തില്ല. ഒരെണ്ണം ഒളിച്ചിരിക്കുന്നു. തേടി വരുന്നു ഞാൻ നിന്റെ ബാലവാതിൽ തേടി വരുന്നു ഞാൻ വിളിച്ചിട്ടും വിളിച്ചിട്ടും വന്നില്ല നിന്റെ തുളസി തറയിൽ കണ്ടില്ല ദാഹിച്ചു മോഹിച്ചു തപസ്സോർത്തൊരു താമരമാലയണിഞ്ഞ ശ്രീദേവി ഞങ്ങളോടാണോ കളി? അത് ലാസ്റ്റ് പാടുന്നായിരുന്നു. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. എടുത്തിട്ടില്ല, നീ ഒന്നും എടുത്തില്ല. നീ തായോ പാടിയോ? ഈ മണിച്ചേച്ചിയുടെ ഈ ഒത്തിരി സ്റ്റോക്ക് ഉണ്ടെന്നേ. അതെ, പാട്ടു പാടും രണ്ടോ മൽപൈകിളികൾ കൂടുകൂട്ടാൻ വന്നല്ലോ താമര പൈകിളികൾ കൂടുകൂട്ടാൻ വന്നല്ലോ താമര പൈകിളികൾ മിന്നാമിന്നുകൾ മൂത്തെടുത്തൊരു പൊന്നിന്നൂലിൽ മിന്നു കെട്ടാൻ കാത്തിരിക്കും താമരക്കൊമ്പിൽ പൂമരക്കൊമ്പിൽ ഒരു സങ്കടത്തോടെയാണല്ലോ ഞങ്ങക്ക് പാതരുത്. മുറ്റത്തു നിൽക്കേണ് കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത് എന്റെ കസ്തൂരി മുല്ല. അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ ഇളം അങ്ങനെ ഇടയ്ക്കൊരു അടിപൊളിയാ. താ 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 തെയ്തക തെയ്തക തോം തെയ്യം തക്കട തെയ്തക തോം തെയ്തക തെയ്തക തോം തെയ്യം തക്കട തെയ്തക തോം ആ മഞ്ഞണി മാമലയിൽ കാലപ്പൊലികളായി വെള്ളിത്താലമെടുത്തും കൊണ്ട പുള്ളിപ്പിടമാണല്ലോ തെയ്തക തെയ്തക തോം തെയ്യം തക്കട തെയ്തക തോം ഉത്രാടരാത്രിയിൽ പോരെങ്കിൽ അമ്മ ക്യാമറയിൽ നോക്കിയപ്പോ ഓരോന്നിനും ഓരോന്നിനും കണ്ടത് എല്ലാം കണക്കാ. എന്നിട്ട് ആ ചേച്ചി ശൈല ചേച്ചിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. ചേച്ചി ഈ പെണ്ണുങ്ങളുടെ ചിരിയാ ഇന്ന് മൊത്തം പിടിക്കത്ത്. മാതള നാരകത്തിന്റെ മാം അത് പാടും
കേൾക്കുന്നില്ല വെച്ചാൽ നിങ്ങൾക്ക് പാടുന്നുണ്ട്. ചങ്കലേസും ചാർത്തി വരുന്ന മണിയമ്മയോടാണോ കളി? ആരാരോ ആരിരാരോ അച്ഛന്റെ മോളാരാരോ അമ്മയ്ക്കു നീതനല്ലേ ആയിരവല്ലി പൂവല്ലേ അമ്മയ്ക്കു നീതനല്ലേ ആയിരവല്ലി പൂവല്ലേ പൂവല്ലേ. ഓ എന്റെ പാടി ഉറക്കിയ പാട്ട് എന്റെ ചാച്ചനും അമ്മ. നീലവനിലലിയും പാടി കൊടുക്കേട്ടാ അങ്ങോട്ട്. കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു മാമക വീതിയിൽ രണ്ടിണ പക്ഷികൾ തൂവൽ വിരിച്ചിരുന്നു നാഥ നീവരും കാലൊച്ച കേൾക്കുവാൻ. അക്കര ഇക്കര പോണോരേ നിന്നേ പോ ഒന്നു നിന്നേ പോ ഒരു നുള്ളു പൂമണം തന്നേ പോ ഒരു ഞാനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പത്തെ പാട്ടാ. തന്നേ പോ. തായോ? അയ്യോ ഇന്ന് മൊത്തം തായും മായും. ഒരു ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ. അല്ല 2:20 മിനിറ്റേ ഉള്ളൂ. ആ അതെ. കണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളെ കാട്ടിലെ പാഴ്മുളം കണ്ടിൽ നിന്നും കാട്ടിന്റെ പാലാഴി തീർത്തവളെ. ചരവണി അടപ്പായിരുന്നു. ആ കുഞ്ഞി ചരവണി ഉണ്ടോ? മുയിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. അങ്ങനെ സൗണ്ട് പാടിക്കേ. പാട്ട് കഴിഞ്ഞു. നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെടാൻ അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കണം. ത്രിഭുവനമടക്കി വാണിരുന്നരുളുന്ന മഹാ പ്രഭുവിനെ കാണാൻ കൈക്കലേതും കൂടാതെ സ്വഭവനത്തിങ്കൽ നിന്നു ഗമിക്കലും കൈക്കൽ വിഭവമിലയുമാം കുസുമവുമാം അവിലുമാം ഫലവുമാം നമ്മളത്ര ഓർത്തിരിക്കും. മലർക്കന്യമണവാളയുമാകും ഇപ്രകാരം
വാക്കു കേട്ടിട്ടനന്തരം ക്ഷിപ്രഭാമിനിയാചിച്ചു കൊണ്ടെന്ന ധാന്യം ഗായകൻ പ്രേമത്തിൻ മുരളി ആ പിള്ളേരെ കുമാരൻ നന്നായിട്ട് പാടുന്നുണ്ട്. അല്ല കുമാരൻ ചേട്ടൻ നന്നായിട്ട് പാടുന്നുണ്ട് അല്ലേ? ഈ അറിയാവുന്നൊരു പാടായിരിക്കും. അല്ല നന്നായിട്ട് പാടുന്നുണ്ട്. അയ്യോ നമ്മുടെ താരം വരുന്നുണ്ട്. ഇനിയൊക്കെ പാട്ട് തുടങ്ങും. എന്താ പൊന്നെ എത്തിപ്പോയി. അതെ അതെ പാടി തന്നെ പാടിക്കൊണ്ടിരിക്കും. നരകത്തിൽ നിന്നും കരകേറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ വീട്ടിൽ കാശ് മേടിക്കില്ലേ? വീട്ടിൽ കാശ് മേടിക്കില്ലേ? പാടിയാലെന്നാ അതേ മുട്ടായി കൊണ്ടാ വന്നേക്കുന്നേ. ദൈവമേ. വെള്ളാലപ്പാടത്തു ഞണ്ടു പെറുക്കും തു വെള്ള നിറമുള്ള കുഞ്ഞിക്കൊക്കെ പാടത്തിൻ തീരത്തു കാണുന്നു രാമണി മേടയിലൊന്നു പറന്നു ചെല്ല് പൂമുഖത്തിങ്കലൻ പ്രേമത്തിടമ്പിൻ്റെ പൂമുഖം കാണാൻ നീ പോയി നോക്ക് തയ്യൽ പണിയായിരിക്കും അവളുടെ കയ്യിലൊരു കണ്ണിലൊരു വെൺകൈലേസു കാണാം കൈലേസിലെൻ പേരു തുന്നിയിട്ടുണ്ടാവും കൈതവമല്ലേതു കുഞ്ഞിക്കൊക്കെ തുണ്ടയിടറുക കാരണം കാമിനി മിണ്ടുവാനേറെ മടിച്ചു നിൽക്കും ആശ്വാസവാക്കുകൾ ചൊല്ലി നീ വൈകാതെ യാത്രയിൽ മംഗളം നേർന്നിടേണം നല്ല ദേവനെ ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ ചോര കൊണ്ട് അവനെന്നെയും വീണ്ടെടുത്തു ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിടുന്നു ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിടുന്നു ചേർത്ത് പാടിക്കും. അത് കണ്ടോ, അത് നമ്മുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ കാണുന്ന മലയാണ്. മുകളിൽ കണ്ടോ കുരിശ്. കുരിശിനകത്ത് കറക്റ്റ് കാണത്തില്ലേ? കണ്ടോ കുരിശ് മല കയറാൻ പോകുന്ന നമ്മൾ കുളിക്കാൻ പോകുന്ന ആറിൻ്റെ മുളുവശമാണ്. അവിടെ ഇങ്ങനെ ഞാൻ ഇറങ്ങി വന്നപ്പോൾ കണ്ടൊരു കാഴ്ച ഇത് വാഗമരം പൂത്ത് ഇന്നോ രസമെന്ന് അറിയാം. നേരിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസം. ക്യാമറയ്ക്കകത്തൊരു അത്രയും ഇതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നല്ല രസം മലയാളം ഉണ്ടെങ്കിൽ. പറഞ്ഞെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഈ തൊഴിലുറപ്പ് തുടങ്ങിയത് നന്നായി. കാരണം രാവിലെ തന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വൈകിട്ടാകുമല്ലോ നമ്മൾ തിരിച്ച് വീട്ടിൽ വരുമ്പോഴേ. അത്രയും സമയം എനിക്ക് എൻ്റെ ചേച്ചിമാരും ചേട്ടന്മാരും എൻ്റെ അനിയത്തിമാരും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ തൊഴിലുറപ്പിന് പോകുന്നത്. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള അന്താക്ഷരിയുടെ വീഡിയോ എടുത്തിട്ടുണ്ട്.
ഇങ്ങനെ എന്നാ പറയുന്നത്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സ്ഥലങ്ങളിലോട്ട് പോകുന്നവർ വേറെ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തായിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ഇങ്ങോട്ടേക്ക് ഈ ഏരിയയിലോട്ട് പോയിരുന്നവർ ഞങ്ങളെല്ലാവരോടും ഒരുമിച്ച് ഒരു സ്ഥലത്തായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും ചേർന്ന് പാട്ടും കൂത്തും മേളാങ്കും ഒക്കെ ആയിരുന്നു നമ്മുടെ എന്നാ പറയുന്നത് ഫ്രീ സമയത്ത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണികളും കാര്യങ്ങളുമാണ്. ഇപ്പോൾ അളവൊക്കെ കൂട്ടിയിട്ടുണ്ട്. എങ്കിലും നമ്മൾ നല്ല രീതിയിൽ നമുക്ക് സർക്കാർ തരുന്ന ആ പൈസയുടെ ഇത് വെച്ച് നമ്മൾ നല്ല കൃത്യമായിട്ട് പണി ചെയ്തതിന് ശേഷമാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ എന്നാ പറയുന്നത് ഒരു സന്തോഷമല്ലേ എല്ലാവരുടെയും കൂടെ. ഇന്നൊക്കെ ഉണ്ടല്ലോ എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടിയപ്പോഴത്തേക്ക് പറയാതിരിക്കാൻ പറ്റേ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി എൻ്റെ ഒരു 6 വയസ്സ് 7 വയസ്സൊക്കെ ഉള്ളപ്പോൾ കേട്ട പാട്ടുകളൊക്കെ ഇന്ന് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പാടുന്ന കേട്ടപ്പോൾ ഞാൻ ഓർക്കും ഇതൊക്കെ ഇങ്ങനെ കേൾക്കാനും ഉള്ള ഒരു ഭാഗ്യം വേണ്ടേ. പണ്ടാണെങ്കിൽ നമ്മുടെ വീടുകളിൽ റേഡിയോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എന്നും ചലച്ചിത്ര ഗാനങ്ങളൊക്കെ വെക്കും. ഇപ്പം ഞാനാണ് TV ഓണാക്കുന്നില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ പാട്ടൊന്നും കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ ഇന്ന് നല്ല അവരുടെ കൂടെ കൂടിയത് കൊണ്ട് നല്ല കുറേ സമയം നല്ലതായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നപ്പോഴും ഒരു മൂകത, ഇപ്പം വൈകിട്ട് വീട്ടിൽ വന്നപ്പോഴും ഒരു മൂകത. എന്തായാലും നമുക്ക് നമ്മുടെ സന്തോഷമുള്ള സമയവും സങ്കടമുള്ള സമയവും ഒക്കെ ദൈവം തരുന്നതാണ്. അതെല്ലാം നമ്മൾ തരണം ചെയ്ത് തന്നെ മുമ്പോട്ട് പോകണം അല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ അവലോട്ടുണ്ട് ഒന്ന് ഇടിച്ചു കൂട്ടിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.